ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ ഞായറാഴ്ചത്തെ തെണ്ടിത്തിരിയലിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങൾ പോകുന്നത് കോഴിക്കോട് തന്നെ ഇപ്പോൾ റീൽസിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യൂ പോയിന്റിലേക്കാണ്. കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ ഏതാ വ്യൂ പോയിൻ്റ് എന്ന്. അപ്പോൾ ഞങ്ങൾ സൺഡേ ഈവനിങ്സ് 3:30 ഒക്കെ ആയ സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം മഴയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ പകുതി എത്തിയപ്പം നന്നായിട്ട് മഴ പെയ്തു. അപ്പോൾ ഞങ്ങളുടെ കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നല്ല മഴക്കാറും മഴയും ഒക്കെ ഉള്ളൊരു ടൈമായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ദൂരം എത്തിയപ്പോഴേക്കും മഴ നിൽക്കുന്നൊരു മട്ടുണ്ടായിരുന്നില്ല. എന്നാൽ നമ്മൾ എന്ത് ചെയ്തു, കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ ചെയ്തു. അപ്പോൾ നമ്മൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് റീൽസിലൊക്കെ വൈറലായിട്ടുള്ള നമ്പികുളം വ്യൂ പോയിന്റിലേക്കാണ്. നമ്പികുളം വ്യൂ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ റീൽസിലൊക്കെ കണ്ടപ്പോൾ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നിങ്ങൾക്കത് മുകളിലെത്തുമ്പോൾ കാണാം. സോ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ടാർഡ് റോഡ്, അത് കഴിഞ്ഞിട്ട് കോൺക്രീറ്റ് ചെയ്ത റോഡ്, അങ്ങനെയൊക്കെയാണുള്ളത്. പക്ഷെങ്കിൽ ഭയങ്കര കയറ്റാണ്. കാരണം നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നതെങ്കിൽ നമുക്ക് തിരിച്ചിറങ്ങുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ പോയ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു. അതായത് ഈവനിങ് ആവാറായി. ഈ താഴെയൊക്കെ നമുക്ക് നന്നായിട്ട് കോട മൂടിയിട്ടൊക്കെ അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. കുറേ ദൂരമൊക്കെ നമുക്ക് നല്ല റോഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓഫ് റോഡ് കയറി കുറച്ച് ദൂരം അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ നമ്മൾ കട്ടയുള്ള റോഡുകളായിരിക്കും എന്നുള്ള രീതിയിലാണ് പോയത്. പക്ഷേ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് എത്തിയപ്പോഴാണ് നമുക്ക് ശരിക്കുള്ള പണി മനസ്സിലായത്. നമുക്കിവിടെ 4 വീലറൊന്നും എടുത്തിട്ട് വരാൻ വേണ്ടി പറ്റില്ല കേട്ടോ. കാരണം 2 വീലർ തന്നെ എങ്ങനെയൊക്കെയോ ആണ് അങ്ങോട്ടേക്ക് എത്തുന്നത്. കുറച്ചും കൂടെ ദൂരോട്ടേക്ക് ചെന്ന സമയത്താണ് ചളി, അതായത് റോഡ് മൊത്തം ചളിയാണ്. നമുക്ക് നടക്കാൻ പോലുള്ള ഗ്യാപ്പ് അവിടെ ഇല്ല. സോ ഈ മഴക്കാലത്ത് ഇവിടെ പോകുന്നതിനേക്കാളും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നമുക്കൊരു മഞ്ഞ് കാലം, അതായത് ഡിസംബറൊക്കെ ആകുന്ന സീസൺ ഉണ്ടല്ലോ, ആ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറുന്ന ടൈം എന്ന് പറയുന്നത് 6:30 ഒക്കെ ആയി. അതാണ് ഞാൻ ആ വാച്ചിൽ കാണിച്ചു തന്നുകൊണ്ടിരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല വ്യൂ ആണ്. ഇവിടെ നിന്ന് ഇതിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ 360 ഡിഗ്രി വ്യൂ എന്നൊക്കെ പറയില്ലേ, അതാണ് എക്സാക്റ്റ് സാധനം. പിന്നെ കോഴിക്കോട് ജില്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ഈവൻ കടൽ വരെ നമുക്ക് അപ്പുറത്ത് ഈ ഒരു പച്ചപ്പ് കഴിഞ്ഞാൽ കാണുന്ന ഒരു പ്ലെയിൻ ആയിട്ടുള്ള പ്ലേസ് ആദ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. പിന്നെ മനസ്സിലായി കടലാണെന്ന്. അപ്പോൾ കടൽ വരെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന വ്യൂ പോയിന്റ് എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് അടിപൊളിയാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയൊന്നും അല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലുള്ള ആൾക്കാർ വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസും കൂടിയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഈ ഒരു വ്യൂ പോയിന്റ്, അതായത് നമുക്ക് കാണാൻ വേണ്ടിയിട്ടൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും പ്രവേശനം തുടങ്ങിയിട്ടില്ല എന്ന് തോന്നും. പക്ഷേ ആൾക്കാരൊക്കെ കയറിയോണ്ട് നമ്മളും കയറിയതാണ്. അപ്പോൾ നമ്മൾ പിന്നെ ആ ഒരു കുരിശൊക്കെ ഉണ്ടായിരുന്നു, ആ കുരിശിൻ്റെ അടുത്തൊക്കെ പോയി നന്നായിട്ട് എന്താ പറയുക, നമുക്ക് കുറ്റ്യാടിയും വയ്യോളിയും കൊയിലാണ്ടിയും ഒക്കെ കാണാൻ പറ്റുന്നൊരു സ്ഥലം കേട്ടോ. നമ്മളിങ്ങനെ വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ചിക്കോട്ടൻ്റെ 2 ഫ്രണ്ട്സും കൂടെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അവരും